സ്വകാര്യ പണമിടപാട് സ്ഥാപനമായ BRD സെക്യൂരിറ്റീസിന്റെ ഉടമയുടെ കുടിയിറക്ക് ഭീഷണിയെ തുടർന്ന് ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തു. ചാലക്കുടി വെട്ടുകടവ് റോഡിൽ ചിറക്കൽ സോമസുന്ദര പണിക്കർ വീട്ടിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. BJP ചാലക്കുടി മുൻ മണ്ഡലം ജനറൽ സെക്രട്ടറിയായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് 3 കോടിയിലധികം രൂപ വില വരുന്ന 18 സെന്റ് സ്ഥലവും 3500 സ്ക്വയർ ഫീറ്റ് വീടും BRDയിൽ ഈട് നൽകി അവിടെ നിന്നും ലോൺ എടുത്തിരുന്നു. അത് കുടിശ്ശിക വന്നപ്പോൾ ഉടമ വില്യം വർഗീസിന്റെ പേരിൽ വീടും സ്ഥലവും തീർ നൽകിയിരുന്നു. സ്ഥാപനത്തിന് നൽകാനുള്ള തുക കഴിഞ്ഞ് ബാക്കി പണം സോമസുന്ദര പണിക്കർക്ക് വില്യം വർഗീസ് നൽകാമെന്ന് പറഞ്ഞെങ്കിലും ഏകദേശം 50 ലക്ഷത്തോളം രൂപ നൽകാതെ പല കാരണങ്ങൾ പറഞ്ഞ് ഉടമ പറ്റിച്ചതായി വീട്ടുകാർ ആരോപിക്കുന്നു. ഇതിനെ തുടർന്ന് പണം ലഭിക്കാതെ വന്നപ്പോൾ BRDക്ക് ഒഴിഞ്ഞുകൊടുത്ത വെട്ടുകടവിലെ വീട്ടിൽ വീണ്ടും സോമസുന്ദര പണിക്കരും കുടുംബവും താമസമാക്കുകയായിരുന്നു. വില്യം വർഗീസിന്റെ പേരിലുള്ള വീട്ടിൽ താമസിക്കുകയും വാടക കുടിശ്ശിക ഏകദേശം 6 ലക്ഷത്തോളം രൂപ ലഭിക്കുവാനുണ്ടെന്ന് കാണിച്ച് വില്യം വർഗീസ് ഇരിങ്ങാലക്കുട കോടതിയിൽ നൽകിയ കേസിൽ ഉടമയ്ക്ക് അനുകൂലമായി വിധി വരികയായിരുന്നു. ഇതിനെ തുടർന്ന് പണം ലഭിക്കുന്നതിനായി വീട്ടുകാരെ ഒഴിവാക്കി വീടും സ്ഥലവും ഉടമയ്ക്ക് ഏറ്റെടുത്ത് നൽകുവാൻ കോടതി ഉത്തരവായതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംരക്ഷണയിൽ വീട്ടുകാരെ ഒഴിപ്പിക്കാൻ കോടതി അമീനും സംഘവും ഉച്ചതിരിഞ്ഞെത്തുമെന്ന് പറഞ്ഞിരുന്നു. ഇതിനെ തുടർന്നാണ് സോമസുന്ദര പണിക്കർ 11:30 വീട്ടിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. കഴിഞ്ഞയാഴ്ചയിൽ വീട്ടുകാർ ആരും വീട്ടിലില്ലാതിരുന്ന സമയത്ത് ധനകാര്യ സ്ഥാപനത്തിന്റെ ആളുകൾ ഗേറ്റിന്റെ പൂട്ട് പൊളിച്ച് അതിക്രമിച്ച് കയറിയിരുന്നതായും വീട്ടുകാർ പറയുന്നു. കുടിശ്ശിക വരുത്തിയ പണം കഴിച്ച് തങ്ങൾക്ക് നൽകേണ്ട പണം നൽകാത്ത BRD സോമസുന്ദര പണിക്കരെ പറ്റിച്ചതാണ് വർഷങ്ങളുടെ നിയമയുദ്ധത്തിന് കാരണമായതും ഒടുവിൽ അദ്ദേഹത്തിന്റെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചതും. സംഭവത്തിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ. ചാലക്കുടി SHO MK സജീവിന്റെ നേതൃത്വത്തിൽ പോലീസ് വീട്ടിലെത്തി ഭാര്യ ലതികയുടെയും മകളുടെയും എല്ലാം മൊഴി രേഖപ്പെടുത്തി. ഭാര്യ ലതിക BJP ജില്ലാ കമ്മിറ്റി അംഗം, മക്കൾ രതീഷ്, പരേതനായ രഞ്ജു, മരുമക്കൾ ശ്യാമ, ശ്രീദേവി.